ഹലോ പ്രിയമുള്ളവരെ, നയനം ഭാഗം 48ലേക്ക് സ്വാഗതം. ഈ 48th പാർട്ടിലെ ഞാൻ നന്നായി എനിക്കാവുന്ന പോലെ സൗണ്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതായിരുന്നേ. എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അന്നേരം നോക്കുമ്പോൾ ഉണ്ട് എന്താ ഓഡിയോ ഇല്ല. ഓഡിയോയുടെ ബട്ടൺ എങ്ങനെയോ കൈതട്ടി ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റുമോ അല്ലേ? ഞാൻ ആ സങ്കടം കൊണ്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. നയനം 48th പാർട്ടാണ്. മലർന്നു കിടക്കുന്ന നിധയുടെ അരികിൽ മോഹൻ വന്നു കിടന്നു. നീ വിഷമിക്കാതെ ഇരിക്കെ, നമുക്ക് വഴിയുണ്ടാക്കാം. നാളെ ഞാൻ അവനോടൊന്നുകൂടെ സംസാരിക്കാം. അവൻ്റെ ഉള്ളിൽ നിന്നൊരു പോസിറ്റീവ് സൈൻ കിട്ടിയാൽ മാത്രം മതി. ബാക്കി ഞാൻ ഏറ്റു. ചെരിഞ്ഞു കിടന്നു ആ കൈവെള്ളയിൽ തല ചായ്ച്ചു കൊണ്ട് മോഹൻ പറഞ്ഞു. നിധയുടെ മുഖത്തെ ദുഃഖം അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നീരജയും ശിവനും അവർ അവൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചവരാണ്. അവന് പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുന്ന ദിവസം, അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം അവരുടെ സാന്നിധ്യം വേണ്ടെന്ന് അവൻ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ചേച്ചിയാണ്. സ്വന്തം മകൻ്റെ വിവാഹം മറ്റാരെങ്കിലും പറഞ്ഞ് അവൾ അറിയുമ്പോൾ കൂടപ്പിറപ്പിൻ്റെ വേദന അതെനിക്ക് നോവുണ്ടാക്കുന്നു. നിധയുടെ കണ്ണുകൾ കണ്ണീർ നനവറിഞ്ഞു. കതകിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് മോഹൻ ഉടനെ എഴുന്നേറ്റ് പോയി. അർജുനായിരിക്കാം, പക്ഷേ അവനങ്ങനെ തട്ടി വിളിച്ചുണർത്തുന്ന പതിവില്ല. മോഹൻ വാതിൽ തുറക്കുന്ന ഭാഗത്തേക്ക് നിധ കിടന്നപാടെ നോക്കി. അർജുനാണെന്ന് കണ്ടതും അവർ എഴുന്നേൽക്കാനുള്ള ശ്രമം തുടങ്ങി. ഉടനെ അങ്ങോട്ട് നിവർന്നിരിക്കാൻ വലിയ പാടാണ്. മോഹൻ ഓടി വന്നു നിധയെ എഴുന്നേൽപ്പിച്ചു. ആ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിലേക്ക് ഇരിക്കാൻ സഹായിച്ചു. അർജുൻ്റെ മിഴിത്തടങ്ങൾ വിങ്ങിപ്പൊട്ടിയിരുന്നു. നിയന്ത്രിക്കാൻ ശ്രമിക്കുന്തോറും അവൻ്റെ കണ്ണുകൾ നനഞ്ഞു കുതിർന്നു. അവൻ കരയുകയായിരുന്നുവെന്ന് ആ മിഴികൾ വിളിച്ചോതുന്നുണ്ട്. അർജുൻ നിധയെ ഇമവെട്ടാതെ നോക്കി. നിധയും തനിക്കരികിൽ വന്നു നിന്നവനെ കാഴ്ചയിൽ നിറച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ അങ്ങനെ വിളിക്കുന്നത്. ഏറ്റവും സ്നേഹം കൂടുമ്പോൾ മാത്രമേ വിളിക്കൂ, അല്ലാത്ത സമയത്ത് നിതാമയാണല്ലോ. അവൻ ആ കൈകൾ കയ്യിലെടുത്തു. എത്ര നന്മയുള്ള സ്ത്രീയാണവർ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്തു റിട്ടയർഡായ ഉടനെ നിർധരരായ രോഗികൾക്ക് ഓൺലൈനായി ചികിത്സ നൽകാൻ തുടങ്ങി. ഈ അവശതയിലും അലസതയോടെ ഇരിക്കാതെ അവർ അവരുടെ ചാരിറ്റി തുടർന്നു. നിധയുടെ പ്രവർത്തികളിൽ പ്രേരണ കൈക്കൊണ്ടാണ് അർജുൻ്റെ കമ്പനിയുടെ ചാരിറ്റി ഫൗണ്ടേഷന് അവൻ നിധം എന്ന് പേര് നൽകിയത്. ഇതേ സമയം നയന അവളുടെ ഫീസ് റെസിപ്റ്റിന് താഴെ കണ്ട നിധം ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് എഴുതിയിട്ട അഡ്രസ്സ് നോക്കി മൊബൈലെടുത്തു സെർച്ച് ചെയ്തതിൽ അവൾ കണ്ടു നിധം ഫൗണ്ടേഷൻ ആരുടെ ഓണർഷിപ്പിലുള്ള സ്ഥാപനമാണെന്ന്. നിറഞ്ഞൊഴുകിയ മിഴികൾ തുടക്കാതെ അവൾ അറോഷ് കമ്പനി എന്ന പേരിലേക്ക് നോക്കി നിന്നു. അതെ, അവൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ നൽകിയത് അർജുൻ്റെ കമ്പനിയായിരുന്നു. ഈ സന്തോഷമെന്ന് അറിയിക്കാൻ, അവനെ വാരിപ്പുണരാൻ അവൾ കൊതിയോടെ കാത്തിരുന്നു. നിധ അർജുൻ പറയുന്നത് കേട്ട് ഷോക്കടിച്ചതുപോലെ ഇരുന്നു. അവരെ വിളിക്കാം. അവരെ മാത്രമാക്കുന്നില്ല, അയാളെയും വിളിക്കാം. എനിക്ക് ജന്മം തന്നതിന് ഞാൻ നൽകുന്ന ഔദാര്യം. അവൻ ഇഷ്ടക്കേടോടെ തന്നെ പറഞ്ഞു. അവരോടുള്ള പക, വെറുപ്പ് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. അതിൽ ഒരു കുട്ടിക്കാലത്തിൻ്റെ മുഴുവൻ നഷ്ടങ്ങളും പറയാനുണ്ട്. തിരിച്ചു കിട്ടാത്ത വലിയ നഷ്ടങ്ങൾ. നിധ അവൻ്റെ ഫോൺ എടുത്ത് നീരജയുടെ നമ്പറിലേക്ക് വിളിക്കുന്നത് നോക്കി അവൻ ഇരുന്നു. ആദ്യം 2 റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. ഹലോ. ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ടതും അർജുൻ മിഴി ഉയർത്തി നിധയെ നോക്കി. ഹലോ, ആരാണെന്ന് പറയൂ. അപ്പുറത്തെ പുരുഷ ശബ്ദം മറുപുറം നിശബ്ദമാണെന്നറിഞ്ഞു വെപ്രാളത്തോടെ വീണ്ടും ചോദിച്ചു. നിധ മറുപടി കൊടുക്കാതെ തൻ്റെ മുൻപിൽ അസ്വസ്ഥതയോടെ ഇരിക്കുന്നവനെ നോക്കുകയാണ്. അത് നിധ പറയാൻ തുടങ്ങിയതും അർജുൻ ആ ഫോൺ വാങ്ങി കോൾ കട്ട് ചെയ്തു. മമ്മയ്ക്ക് വരുന്ന ഫോൺ കോൾ വരെ എടുക്കാൻ നോക്കിയിരിക്കുകയാണ്. ആ കുടുംബം കലക്കി. നിതാമയ്ക്ക് ആ സ്ത്രീയോടൊന്ന് സംസാരിക്കണമെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണോ? അയാൾ ആരാണെന്ന? അർജുൻ്റെ മുഖം ചുവന്നു. അമ്മയുടെ കാമുകനോടുള്ള അടങ്ങാത്ത രോഷം അതിങ്ങനെ ആളിക്കത്തുകയാണ്. ശിവനുമായുള്ള ബന്ധം വേർപിരിഞ്ഞതും നീരജ കാമുകനുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അച്ഛനെന്ന് പറയുന്നവൻ ആ ചതി അർഹിക്കുന്നു. പക്ഷേ മകൻ അവനെന്തു പിഴച്ചു? നിധ അവനെ തന്നെ നോക്കി നിൽക്കെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു.
മമ്മയുടെ നമ്പറിൽ നിന്നാണ്. അയാളാകും. ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു കാമുകിയുടെ കൂടെ ലിവിങ് ടുഗദറിന് പോയ അധമൻ. തീർച്ച. നീത അവൻ്റെ സമ്മതത്തിന് കാതോർക്കാതെ വേഗം ഫോൺ എടുത്തു. നീരജ ഹോസ്പിറ്റലിലാണ്. അയാൾ ആ ഫോൺ എടുത്ത പാടെ ഹലോ പോലും പറയാതെ പറഞ്ഞു. എന്താണ് അവൾക്ക്? നിത ചോദിച്ചു. മെട്രോ ഹോസ്പിറ്റലിലാണ്. അങ്ങോട്ട് വന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ടാകും. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. അർജുൻ ആദ്യമായാണ് ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ ആ ഫോൺ അറ്റൻഡ് ചെയ്തതെന്ന ശങ്ക അവനുണ്ട്. പക്ഷേ നിതക്കൊരു സംശയവുമില്ല, അതയാൾ തന്നെ. അരുൺകുമാർ കോടതിയിൽ നിന്നും ഭാര്യയുമായുള്ള ബന്ധം വേർപിരിഞ്ഞു. യാതൊരു കൂസലുമില്ലാതെ ആ ഭാര്യയുടെയോ മക്കളുടെയോ കണ്ണീർ കണ്ട് ഒരലിവും തോന്നാതെ നീരജയുടെ കൂടെ പോയ ആളുടെ മുഖം ഇന്നും കണ്ണിലുണ്ട്. പിന്നെ ഒരു ദിവസം നീരജയെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു. ഈ ജന്മാവസാനം വരെ നീരജയെ നോക്കിക്കോളാമെന്നയാൾ നിധയുടെ കൈപിടിച്ച് ഉറപ്പു പറഞ്ഞു. പിന്നീട് ആരും അവരുടെ ജീവിതത്തിൽ തടയിടാൻ പോയിട്ടില്ല. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് നിധയുടെ ഓർമ്മകൾ ഒരുപാട് കാതം സഞ്ചരിച്ച പോലെ. കോട്ടുവായിട്ടുകൊണ്ട് കാറോടിക്കുന്ന മോഹനെ നോക്കിക്കൊണ്ട് നിധ നേരെയിരുന്നു. മോഹനേട്ടാ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ അർജുൻ ഡ്രൈവ് ചെയ്തോളും. നിധ മോഹൻ്റെ തോളിൽ തൊട്ടു. എനിക്കൊന്നും വയ്യ ഓടിക്കാൻ. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കാർ ഓടിക്കാറുമില്ല. കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവൻ മുഖം തിരിച്ചു പുറത്തേക്ക് നോക്കി. നിധ അവനെ തുറച്ചു നോക്കി. പക്ഷേ കാറിനകത്തെ ഇരുളിൽ അവരുടെ നോട്ടമൊന്നും അവൻ കാണുന്നില്ല. പിന്നെ അവൻ്റെ ഇഷ്ടക്കേടും ദേഷ്യമൊന്നും ആ പാവങ്ങൾ കാണണ്ട എന്ന ചിന്തയിൽ അവൻ പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണ്ടേ? നിധ വീണ്ടും തുടർന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ? ജീവൻ പണയം വെച്ച് ഓടിപ്പിടഞ്ഞ് ഈ രാത്രി തന്നെ അങ്ങോട്ട് എത്താൻ അവിടെ ആരും വായ്ക്കരിയിടാൻ കാത്തു കിടപ്പൊന്നുമില്ലല്ലോ. അങ്കിൾ വണ്ടി നിർത്തിക്കേ, നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാം, അർജുൻ മോഹനെ നോക്കി പറഞ്ഞു. അയാൾ സമ്മതം എന്ന രീതിയിൽ കാർ പതുക്കെയാക്കി വഴിയിലെ ടീ ഷോപ്പിൻ്റെ അരികിൽ നിർത്തി. ഹോസ്പിറ്റലിൽ എത്തിയിട്ടും അർജുൻ കാറിൽ നിന്നിറങ്ങി വരാതെ ഇരിക്കുന്നത് കണ്ടു മോഹന് ദേഷ്യം വന്നു. മോഹന് മാത്രമല്ല, നിതക്കും. എന്ത് നോക്കിയിരിക്കുകയാണ്? ഇറങ്ങി വാടാ. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ അർജുന നിൻ്റെ കാര്യം. നിന്നെ എങ്ങനെ ആ പെൺകൊച്ച് സഹിക്കുന്നു? മോഹൻ കാർ അകത്തേക്ക് തലയിട്ടുകൊണ്ട് പറഞ്ഞു. പെൺകൊച്ച് എന്നെ എങ്ങനെയെങ്കിലും സഹിച്ചോളും. നിങ്ങൾ രണ്ടാളും ആദ്യം പോയി നോക്കിയിട്ട് വാ. എന്നിട്ട് എന്നെ ആവശ്യമുണ്ടെങ്കിൽ പറയുക, ഞാൻ വരാം. അർജുൻ മുഖം പൊത്തി സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. ചെറുക്ക, ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ നോക്കില്ല. ഒറ്റ കീറ് തന്നാലുണ്ടല്ലോ. അവിടെ അഡ്മിറ്റായി കിടക്കുന്നത് നിൻ്റെ മമ്മയാ. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക ഞാൻ. ഇറങ്ങങ്ങോട്ട്. മോഹനൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. നിധ കേൾക്കാതെ പിന്നെ അവനെ നോക്കി പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവം വളരെ മോശമായി പോയിട്ടുണ്ട്. എൻ്റെ മാത്രമല്ലടാ, പലപ്പോഴും നിൻ്റെയും. ഇറങ്ങാൻ. സംസാരമൊക്കെ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം. ഞാൻ വരുന്നത് നിങ്ങളുടെ സുരേഷ് ഗോപി ഡയലോഗ് കേട്ട് ഭയന്നിട്ടാണെന്ന് കരുതരുത്. ഇല്ല. അവരെയും നോക്കിയിരിക്കുന്ന നിധയും കൂട്ടി മോഹൻ മുമ്പേ നടന്നപ്പോൾ മനസ്സില്ലാതെ അർജുനും കാറിൽ നിന്നിറങ്ങി. എന്താടോ നീ നോക്കുന്നേ? മുൻവശത്തെ ടയറിന് കാലുകൊണ്ടൊരു ചവിട്ട് കൊടുക്കുന്നവനോട് ചോദിക്കുന്നുണ്ട് മോഹൻ. ടയറിൽ കാറ്റില്ലെങ്കിൽ അവൻ വെറുതെ നിന്ന് സമയം കളയുകയാണ്. അതൊക്കെ നമുക്ക് പോകുന്ന വഴിയെ നോക്കാം. നീ ഒന്ന് വരുമോ ഇന്നെങ്ങാനും? അവസാനം മോഹൻ അവനെ തൊഴുത പോലെയായി. ഈ ഹോസ്പിറ്റലിൽ മുമ്പ് നയനയെ കൂട്ടി വന്നിട്ടുണ്ടല്ലോ. അർജുൻ ഹോസ്പിറ്റലിൻ്റെ പേരെഴുതിയ ബോർഡ് നോക്കി ഓർത്തു. ആ വെപ്രാളത്തിൽ അന്ന് പേരും ഊരുമൊന്നും നോക്കിയില്ല. ചിലപ്പോൾ തോന്നിയതാകും. അർജുൻ മേലോട്ട് നോക്കി ചിന്തിക്കുകയാണ്. മോഹനാണെങ്കിൽ അവൻ്റെ തല വെട്ടിക്കീറി സ്ട്രോ ഇട്ട് കൊടുത്താൽ ചോര വലിച്ചു കുടിക്കാനുള്ള അത്ര ദേഷ്യത്തിലും. നിധ അവരെ രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് തല താഴ്ത്തി. ഇപ്പോൾ ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. അതൊരു ഹോസ്പിറ്റലല്ലേ. ചുറ്റും നിശബ്ദമാണ്. രാത്രിയായതുകൊണ്ട് തന്നെ ആളുകളുമില്ല. അവർ മുമ്പോട്ട് നടന്നു വന്നതും അരുൺകുമാർ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ട് മൂവരും നിശ്ചലരായി. അരുൺകുമാർ അവരെ നോക്കി സ്റ്റെയർ ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള ലിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. വരൂ. ലിഫ്റ്റ് തുറന്നു. അതിൽ നിന്നുള്ളവർ ഇറങ്ങിയതും അയാൾ അവരെ അതിൽ കയറാൻ വിളിച്ചു. 4 പേരും ലിഫ്റ്റിൽ കയറി. അർജുൻ്റെ മറുഭാഗത്തായി അരുൺകുമാർ വന്നു നിന്നു.
അർജുൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട്. മോഹനോ നിതയോ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവനൊരു അധിക പ്രകടനം. നീരജ? നിത അയാളെ നോക്കി ചോദിച്ചു. അവൾ ICUവിലാണ്. അയാളുടെ സ്വരം വേദന കൊണ്ട് ഇടറി. ശക്തിയില്ലാതെ അദ്ദേഹം ആടി ഉലയുന്നത് പോലെ തോന്നി. നീരജയ്ക്ക് എന്താവും സംഭവിച്ചുണ്ടാവുക എന്നോർത്ത് നിതയുടെ മനസ്സ് നീറി. അവൾക്ക് എന്തു പറ്റി? ചിന്തയോടൊപ്പം തന്നെ നിതയിൽ നിന്ന് ചോദ്യവും വന്നു. അപ്പോഴേക്കും ലിഫ്റ്റിൻ്റെ ഡോർ തുറന്ന് അതോടെ അരുൺകുമാർ ആദ്യം ഇറങ്ങി. പിറകിലായി നിതയും, നിതയെ സഹായിച്ച് മോഹനും, ഏറ്റവും പിറകിൽ അർജുനും. അയാൾക്ക് പിറകെ നടക്കുന്നവരുടെ മനസ്സാകെ സംഘർഷഭരിതമാവാൻ തുടങ്ങി. അരുൺകുമാർ നീരജയെ അപായപ്പെടുത്തിയത് തന്നെയാകുമെന്ന് അവർ ഉറപ്പിച്ചു. കണ്ടോളൂ. വെളുത്ത വിരിപ്പുകൾക്കിടയിൽ മുഖത്ത് ഓക്സിജൻ മാസ്കും കൈകളിൽ ഡ്രിപ്പുകളുമായി ബോധരഹിതയായി കിടക്കുന്ന നീരജയെ അവർ ആ ഗ്ലാസ് വാതിലിലൂടെ നോക്കി നിന്നു. മോണിറ്ററിൽ നിന്നുള്ള താളാത്മകമായ ബീപ്പ് ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. നിതയുടെ ഹൃദയം പിടഞ്ഞു. അവർ ഞെട്ടലോടെ മോഹനെ നോക്കി. അവൾക്കെന്തു പറ്റി? മോഹൻ അക്ഷമയോടെ അരുൺകുമാറിനോട് ചോദിച്ചു. എന്നാൽ അയാളുടെ മൗനം, തല കൊമ്പിട്ട് നിൽപ്പൊക്കെ കണ്ട് മോഹന് ദേഷ്യം വന്നു. പറയടോ, താൻ എന്താ അവളെ ചെയ്തത്? കൊന്നോ? മോഹൻ അലറിക്കൊണ്ട് അരുൺകുമാറിനെ ഭിത്തിയിലേക്ക് തള്ളിയിട്ട് ഓടിച്ചെന്ന് 2 കവളിലും ആഞ്ഞടിച്ചു. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ കാര്യം അറിയാതെ എന്നെ ഉപദ്രവിക്കരുത്. അരുൺകുമാർ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ മോഹൻ അമർഷമടങ്ങാതെ അയാളുടെ പുറം ഭിത്തിയിൽ കൊണ്ടിടിച്ചു. നഴ്സുമാരും സ്റ്റാഫ്സും ഓടി വന്നു മോഹനെ പിടിച്ചു മാറ്റി. എല്ലാ കാഴ്ചകളും കണ്ട് അർജുൻ കൈകെട്ടി നോക്കി നിന്നു. ആ കൂടി നിന്നവർ കരുതിയത് അവൻ ആ കൂട്ടത്തിലുള്ളത് അല്ലെന്നാ. നിസ്സഹായായി നിത മിഴികൾ നിറച്ചു. വാട്ട് ഈസ് ഓൾ ദിസ്? ഇങ്ങനെ ബഹളമുണ്ടാക്കാൻ ഇത് ചന്തയല്ല. അല്പമെങ്കിലും മാനേഴ്സ് ഇല്ലേ നിങ്ങൾക്ക്? ഏതോ ഒരു സീനിയർ ഡോക്ടർ ഉച്ചത്തിൽ വന്ന് പറഞ്ഞു. അയാൾ അരുൺകുമാറിൻ്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ചോരയിലേക്ക് നോക്കി. നിങ്ങൾ ശരിക്കും കോളേജ് പ്രൊഫസറായിരുന്നോ അതോ അധോലോക ഗുണ്ടാ തലവനായിരുന്നോ? അർജുൻ പതിഞ്ഞ സ്വരത്തിൽ മോഹനെ ചെവിയിൽ പറഞ്ഞു. അയാൾ അടങ്ങാത്ത രോഷത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി. അല്ല, എടുത്തുചാട്ടം മുൻപത്തേക്കാൾ കൂടിയിട്ടുണ്ട്. സാരമില്ല, ദേഹം നോവുമ്പോൾ മാറിക്കോളും, അർജുൻ പറഞ്ഞുകൊണ്ട് തല തിരിച്ചു. അരുൺകുമാർ, എന്താ പ്രശ്നം? അതിനിടയിൽ ഡോക്ടർ അയാളോട് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ, ഇവരൊക്കെ നീരജയുടെ റിലേറ്റീവ്സാണ്. അത് നീരജയുടെ സിസ്റ്ററാണ്, ഡോക്ടർ നിത. അരുൺകുമാർ പറഞ്ഞപ്പോഴാണ് താഴെയിരിക്കുന്ന നിതയെ ഡോക്ടർ കണ്ടത്. ഡോക്ടർ നിത, എനിക്കറിയാം നിങ്ങളെ. നിത യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് ഓർമ്മയിൽ തെളിഞ്ഞ ആ ഡോക്ടർ അവരുടെ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ഡോക്ടർ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? അരുൺകുമാർ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്ന ചിന്തയിലാണ് ഹസ്ബൻഡ് അങ്ങനെ ചെയ്തത്. ഞങ്ങൾക്ക് സത്യം അറിയണം. നിത ഡോക്ടറുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എൻ്റെ ചേംബറിലേക്ക് വരൂ. അതും പറഞ്ഞ് ഡോക്ടർ ആദ്യം നടന്നു. അവർ പരസ്പരം ആശങ്കയോടെ നോക്കി. ഒരു രോഗം പറയാൻ ഇത്രയൊക്കെ ഫോർമാലിറ്റീസോ? മോഹൻ നിതയെ സഹായിച്ചു മുന്നോട്ട് പോയതും അർജുനും കൂടെ പോയി. ആ പോകുന്ന 3 പേരെ നോക്കി 2 കണ്ണുകൾ ആ മറവിലുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധ മുഴുവൻ ഏറ്റവും പിറകിൽ പോകുന്ന അർജുനിലായിരുന്നു. നിറഞ്ഞൊഴുകാൻ വെമ്പുന്ന മിഴിനീരിനെ ഒരു പുഞ്ചിരി കൊണ്ട് മറച്ചു പിടിച്ച് അവൻ കൺമുന്നിൽ നിന്ന് മറയും വരെ അവർ നോക്കി നിന്നു. തുടരും. അതാരാണ് ആ മറവിൽ നിന്ന് നോക്കി നിൽക്കുന്നത്? നിങ്ങൾ കഥ ആദ്യം തൊട്ടേ കേൾക്കുന്നവരാണെങ്കിൽ ഉറപ്പായി ഇതിൻ്റെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ആരാണ് ആ നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ ഞാനിവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.